സോഫ്റ്റും ടേസ്റ്റിയുമായ ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ദോശ തയ്യാറാക്കാനായി 2 കപ്പ് പച്ചരിയും 3/4 കപ്പ് ഉഴുന്നും 1 കപ്പ് ചോറും ആവശ്യത്തിന് ഉപ്പുമാണ് വേണ്ടത്. ഉഴുന്ന് നന്നായി കഴുകിയ ശേഷം കുതിരാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കുറഞ്ഞത് 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. പച്ചരിയും നന്നായി കഴുകി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുതിരാനായി വെക്കാം. പച്ചരി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഉഴുന്നാണ് ആദ്യം അരച്ചെടുക്കേണ്ടത്. കുതിർത്ത ഉഴുന്ന് വീണ്ടും കഴുകേണ്ടതില്ല. ഉഴുന്ന് മിക്സിയിലേക്ക് ഇട്ട ശേഷം ഉഴുന്ന് കുതിർത്ത വെള്ളമോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഒഴിച്ചു കൊടുക്കണം. അരയ്ക്കുമ്പോൾ മാവ് ചൂടായി പോകാതിരിക്കാനാണ് തണുത്ത വെള്ളം ചേർക്കുന്നത്. ഉഴുന്നിന്റെ തൊട്ടുമുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളമാണ് ഒഴിക്കേണ്ടത്. നന്നായി അരച്ചെടുത്ത ഉഴുന്ന് പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം ഒരു വിസ്കോ തടി തവിയോ ഉപയോഗിച്ച് നന്നായി അടിച്ചു പതിപ്പിക്കണം. ഇനി കുതിർത്തു വച്ചിരിക്കുന്ന അരി കൂടി അരച്ചെടുക്കണം. അതിനായി അരി അതേ ജാറിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം അരിയുടെ തൊട്ടുമുകളിൽ നിൽക്കത്തക്ക വിധം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരി ഒരു തവണ അരച്ച ശേഷം അതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ചോറ് ചേർത്ത് അരക്കുന്നത് ദോശ കൂടുതൽ സോഫ്റ്റ് ആവാൻ സഹായിക്കും. നന്നായി അരച്ചെടുത്ത മാവ് പതപ്പിച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു വയ്ക്കാം. തയ്യാറാക്കിയ മാവ് ഒരു പ്രഷർ കുക്കറിൽ അല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒരു തിരികെ വച്ച ശേഷം ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാലും മതിയാകും. 8 മണിക്കൂർ മുതൽ 10 മണിക്കൂറിനുള്ളിൽ മാവ് തയ്യാറാകും. തയ്യാറാക്കിയ മാവ് ചൂടായ ദോശക്കല്ലിലേക്ക് ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം.